തായിഫ് യാത്രയാണ്. യതീമായി ജനിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ബീവിയുടെ ഗർഭത്തിലായിരിക്കെ വഫാത്തായിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി ആമിന റളിയല്ലാഹു അൻഹ ആ ഉപ്പയുടെ ഖബർ സിയാറത്തിന് വേണ്ടി പുറപ്പെട്ട് സിയാറത്തും കഴിഞ്ഞ് വരുന്ന വഴിയിൽ അബവായിൽ വെച്ച് ആമിന റളിയല്ലാഹു അൻഹയും വഫാത്താവുകയാണ്. പിന്നീട് പൂർണ്ണ യതീമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുത്തുനബിയുടെ സംരക്ഷണം അവിടുത്തെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. യതീമാണ് എന്ന് സങ്കടം അറിയിക്കാതെ മുത്തുനബിയെ അബ്ദുൽ മുത്തലിബ് വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെയിരിക്കെ അബ്ദുൽ മുത്തലിബും വഫാത്താവുകയാണ്. പിന്നീട് അവിടുത്തെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ഉപ്പയുടെ സഹോദരനായ അബൂ താലിബാണ്, എളാപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന ദൗത്യവുമായി ഇറങ്ങിയപ്പോ മക്ക മുശ്രിക്കുകൾ മുത്തുനബിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അബൂ താലിബിന്റെ സംരക്ഷണത്തിലായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റപ്പെടുത്താൻ, വളഞ്ഞിട്ട് ആക്രമിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഏറെ വൈകാതെ അബൂ താലിബും മരണപ്പെടുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചാൽ ചോദ്യം ചെയ്യാൻ ആരുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ മുത്തുനബിക്ക് നേരെ ശക്തമായ പീഡനമുറകൾ അയച്ചുവിടുകയാണ്, ആക്രമണങ്ങൾ അയച്ചുവിടുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംരക്ഷണം തേടി ഈ ത്വായിഫിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ അമ്മാവന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ത്വായിഫ്. അവർ തനിക്ക് സംരക്ഷണം നൽകുമെന്ന പ്രതീക്ഷയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പാറക്കെട്ടുകളൊക്കെ താണ്ടി, ഈ റോഡ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, വാഹനമില്ലാത്ത കാലത്ത് നടന്നുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോ തായിഫിലുള്ള അമ്മാവന്മാർ മുത്തുനബിക്ക് സംരക്ഷണം നൽകിയില്ല എന്ന് മാത്രമല്ല, ചെറിയ കുട്ടികളെ പറഞ്ഞയച്ച് കല്ലെറിയാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ആ കുട്ടികൾ ഈ മലയുടെ